ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഫസ്റ്റ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കറണ്ട് ഇങ്ങനെ വന്നും പോയി ഒക്കെ നിൽക്കുന്നത് കാരണം രാവിലെ മീനിൻ്റെ ഫെസ്റ്റിന് അരച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. തേങ്ങയും ആ പച്ച മുളകും പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയുള്ളി ഇത്രയും ചേർത്ത് അരച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം നമുക്ക് കറണ്ട് പോയാലും സാരമില്ലല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകും നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വീട്ടിലൊക്കെ ഉണ്ടാകുന്ന, അങ്ങനെ ഞാനിത് പുറത്തുനിന്ന് മേടിച്ചതാണ്. പക്ഷേ കടയിൽ നിന്നല്ല, ഞങ്ങൾക്കിവിടെ ഇച്ചിരി കൃഷി ചെയ്യുന്ന അവിടെ ഇവർ കളക്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അവിടെ പോയി മേടിച്ചതാണ്. കുറച്ചേ ഉള്ളൂ, ഒരു 8-9 വെണ്ടയ്ക്ക ഉണ്ടായിട്ടുള്ളൂ, അത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. ഒരു 8-10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഒരെണ്ണം ആണെങ്കിൽ അങ്ങനെ, ഒന്നിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെറുള്ളി അരിഞ്ഞെടുത്തിട്ടില്ല. ചെറുള്ളി ഞാനാണെങ്കിൽ ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വെച്ചു. തീരെ ചതച്ച് അതായത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നതല്ല, അല്ലാണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 4ആയിട്ട് കീറി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സൈസിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ ജാറിൻ്റെ ബ്ലൈഡിൽ കയറി അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതിലേക്ക് 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഒറ്റ പൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു തവണ മാത്രം ജസ്റ്റ് ഒന്ന് കറക്കി ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. തീരെ അങ്ങ് പേസ്റ്റായി പോയിട്ടില്ല, എന്നാലൊന്നും ചതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇടികളിൽ വെച്ച് ചതച്ചെടുത്താലും മതി കേട്ടോ. ഒറ്റ തല്ല് കൊടുക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാവരും വീട്ടിൽ വെക്കുന്നതാണ്, എന്നാലും ഇത് ഇച്ചിരി വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു, കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചു കൊടുത്തു. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ വറ്റൽമുളകും ചെറുള്ളി ഉണ്ടല്ലോ ചതച്ചത്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. തീരെ അങ്ങ് ഫ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച പച്ചമണം മാറുന്ന സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കയും അതിലിട്ടിരിക്കുന്ന പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു സ്റ്റിക്കി നേച്ചറാണല്ലോ. അപ്പോൾ അതിങ്ങനെ അതിലൊരു വഴുവഴുപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറി വരുന്ന ടൈമിൽ ഇടയ്ക്കിളക്കി കൊടുക്കണം കേട്ടല്ലോ, എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടുക്കി പിടിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കുന്നില്ല. അപ്പോൾ ഈ വറ്റൽമുളകും ചെറുള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും ടേസ്റ്റ് കൂട്ടുന്നതെന്ന് പറയുന്നത്. നമ്മുടെ സവാള ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് അത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തതുകൊണ്ട് അത്യാവശ്യം എരിവും ഉണ്ടാകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.